നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല കിടിലം ടേസ്റ്റിലൊരു വഴുതനങ്ങ കറിയാണ്. ഇനി വെജിറ്റേറിയൻ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് അവരെ ഞെട്ടിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ വഴുതനങ്ങ, 2 തക്കാളി. വഴുതനങ്ങയുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. പാൻ ചൂടായപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് 2 സവോളയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വഴറ്റിയെടുക്കുക. മൂടി വെച്ച് വേവിക്കരുത് സവോള, അതിന്റെ ടേസ്റ്റ് വേറെ ആയി പോവും. അതുപോലെ തന്നെ സവോള ചേർക്കുന്നതിന് മുമ്പ് കടുകൊന്നും താളിക്കരുത്. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് ഞാൻ പറയുന്ന അതേ ടേസ്റ്റിലുള്ള കറി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതൊന്ന് ട്രാൻസ്പെറന്റ് ആക്കി എടുക്കണം. ആദ്യം അതിന് നമ്മൾ ഇങ്ങനെ സോട്ട് ചെയ്ത് തന്നെ ട്രാൻസ്പെറന്റ് ആക്കി എടുക്കുക. ഇപ്പൊ അത് ട്രാൻസ്പെറന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ആണെങ്കിലും നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നില്ല, ഇതുപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്ത് അതിനെ വഴറ്റി ഉടച്ചെടുക്കണം. തക്കാളി കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, അതുകൊണ്ടാണ് അത് നമ്മൾ ആദ്യം ചേർക്കാഞ്ഞത്. അതിന്റെ ഒന്ന് പച്ചമണം മാറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇപ്പൊ അതിന്റെ മണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് അത് കുറച്ച് ചേർത്താൽ മതി. ഇതിന് കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതും ഒന്ന് സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത് അതിന്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇതൊരു സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ കത്തിരിക്കയാണുള്ളതെങ്കിൽ അത് 2ആയിട്ടൊന്ന് കീറി ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ ചിക്കൻ കറി പോലെയല്ലേ ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് വലുപ്പത്തിൽ ഈ കഷ്ണങ്ങൾ മുറിച്ചേക്കുന്നത്. ഈ മസാലയെല്ലാം ഈ കഷ്ണങ്ങളിൽ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ മസാല എല്ലാം കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് കഷ്ണം വേകാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത് ഈ സമയത്ത്. എന്നിട്ട് ഈ കഷ്ണങ്ങൾ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ അടച്ചു വെച്ചാണ് ഈ കറി വേവിക്കുന്നത്. കാരണം വഴുതനങ്ങ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. കഷ്ണങ്ങൾ എത്രത്തോളം വേവുന്നോ അത്രത്തോളം ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളെല്ലാം 1/4 വേവായിട്ടുണ്ട്. കുറച്ചുകൂടെ വേകണം, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നും അല്ല, ഗരം മസാലയാണ്. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഗ്രേവിയിൽ എല്ലായിടവും അത് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് ഇനിയും കുക്ക് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊരു 5 മിനിറ്റോളം അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോഴത്തെ ഇതിന്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ഇതിന്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും, നല്ല ടേസ്റ്റ് ആവും. ഇതിനകത്ത് നമ്മൾ കാഷ്യൂനട്ട് ഒന്നും അരച്ച് ചേർത്തിട്ടില്ല. കാഷ്യൂനട്ട് ഒന്നും അരച്ച് ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഒരു തിക്ക് ആൻഡ് സ്മൂത്ത് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണിത്. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇനി കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിലേക്ക് ഒരു സ്പെഷ്യൽ താളിപ്പ് ചേർക്കേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മറ്റൊരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് വഴറ്റുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇതിന്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഈ കറിയിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പൊ തേങ്ങാക്കൊത്ത് നിങ്ങൾ ഒഴിവാക്കരുത്. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഒന്ന് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ അത് ഈ കറിയിലേക്ക്
ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിനി മിക്സ് ചെയ്യില്ല, ഇതൊന്ന് അടച്ചു വെക്കുവാണ് ചെയ്യുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഈ കറി കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇങ്ങനത്തെ കുക്കിംഗ് ഓയിലിൽ കുക്ക് ചെയ്യുമ്പോഴാണ്. ഇത് അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവും. അപ്പൊ ഇതുപോലൊരു കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്